കോവിഡിന് ശേഷം തിയേറ്റർ തുറക്കുകയാണ്. നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ കാവൽ സിനിമയാണ് ഇവിടെ റിലീസാവുന്നത്. രഞ്ജി പണിക്കർ സാറും സുരേഷ് ഗോപി സാറും കൂടെ ഒന്നിക്കുന്ന ചിത്രമാണ്. സാറിൻ്റെ മകൻ നിതിൻ രഞ്ജി പണിക്കർ സാറാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. പഴയതുപോലെ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റണം തിയേറ്റർ. ഞാൻ സംവിധാനം ചെയ്ത കഥയിലില്ലാത്തവർ എന്ന സിനിമാ പോസ്റ്റ് ഒട്ടിപ്പുകാരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയിൽ സുരേഷ് ഗോപി സാറും ഉണ്ടായ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നവംബർ ലാസ്റ്റ് ഡിസംബർ ആദ്യവാരം ഞാൻ എഴുതിയ നോവല് ഓലക്കൊട്ടക എന്നാണ് പേര്. ബെന്യാമിൻ സാറ് എഴുതിയ ആടുജീവിതം എന്ന നോവൽ പബ്ലിഷ് ചെയ്ത ഗ്രീൻ ബുക്സിലൂടെയാണ് എൻ്റെ ഓലക്കൊട്ടക എന്ന നോവൽ പുറത്തിറങ്ങുന്നത്. എൻ്റെ നോവല് എല്ലാവരും വാങ്ങണം, വായിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ സിനിമ വലിയൊരു വിജയമാക്കണം. മമ്മൂട്ടി സാറ് അല്ലെങ്കിൽ മോഹൻലാൽ സാറ് അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒട്ടുമിക്ക സിനിമ താരങ്ങളുടെ ഫാൻസ് എല്ലാവരും ഈ സിനിമ ഏറ്റെടുത്ത് വലിയൊരു വിജയമാക്കണം. തിയേറ്റർ പഴയതുപോലെ ഒരു പൂരപ്പറമ്പാക്കണം. 30 വർഷമായി ഞാൻ ഈ പോസ്റ്റൊട്ടിപ്പ് തുടങ്ങിയിട്ട്. കോവിഡ് വന്ന് 3 വർഷത്തോളം വീട്ടിലിരിപ്പായിരുന്നു. മറ്റ് പണിയും കാര്യങ്ങളും ഒന്നും ചെറുതായിട്ടൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പച്ച പിടിച്ചു പോന്നു. കാവലൻ സുരേഷ് ഗോപിയുടെ സിനിമ മുതൽ വീണ്ടും പ്രദർശനം ആരംഭിക്കുകയാണ്. എല്ലാ ജനങ്ങളും എല്ലാ അമ്മ പെങ്ങന്മാരും വന്ന് ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. അപ്പോൾ കാവൽ എന്ന സുരേഷ് ഗോപി സാറിൻ്റെ സിനിമ എല്ലാവരും ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണണം. ഈ സിനിമയെ വിജയിപ്പിക്കണം. ഓക്കെ, നന്ദി. നമസ്കാരം.